ബ്ലൈൻഡ് ആയിട്ട് ഒരു ജസ്റ്റ് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ എൻട്രി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ ലോങ് ടേമിൽ ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. അതിന്റെ മേലെ കുറച്ച് കണ്ടീഷൻസ് ലെയർ ചെയ്ത് അതൊരു നല്ല സ്ട്രാറ്റജി ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ ഓപ്ഷൻസിൽ തീറ്റ അടിക്കേണ്ടതെന്ന് എനിക്കറിയാം. സ്ട്രാഡിലോ സ്ട്രാങ്കിളോ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ അടിക്കുക ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷെ അതും പറഞ്ഞിട്ട് എവറി ഡേ മോർണിംഗ് പോയിട്ട് ചുമ്മാ ഒരു സ്ട്രാഡിൽ ഡിപ്ലോയ് ചെയ്ത് ചുമ്മാ ഒരു സ്ട്രാങ്കിളും ഡിപ്ലോയ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റുമോ പ്രോഫിറ്റബിൾ ആക്കാൻ? ഇല്ല. അപ്പോൾ ആ സ്ട്രാഡിന്റെയും സ്ട്രാങ്കിളിന്റെ മേലെ കുറച്ച് കണ്ടീഷൻസ്, അഡ്ജസ്റ്റ്മെന്റ് കണ്ടീഷൻസ് ഞാൻ ലെയർ ചെയ്യും. ചുമ്മാ ലെയർ ചെയ്യില്ല, ബാക്ക് ടെസ്റ്റ് ചെയ്ത് അതിന്റെ പ്രോബബിലിറ്റി മനസ്സിലാക്കി ഒരു ലെയർ ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ആക്കി മാറ്റും. ആ തിയറീനെ എന്റെ കണ്ടീഷൻസ് ലെയർ ചെയ്ത് ഒരു സ്ട്രാറ്റജി ആക്കി മാറ്റിയിട്ടാണ് ഞാൻ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിലും തിയറി ഉണ്ടെന്ന് അറിയാം. ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഒരു മൊമെന്റം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയാം, അതാണ് തിയറി. പക്ഷേ ആ ബ്രേക്ക് ഔട്ടില് ആ ബ്രേക്ക് ഔട്ടിന്റെ എൻട്രി എടുക്കുന്നതും എക്സിറ്റ് എടുക്കുന്നതും എങ്ങനെ പ്രോഫിറ്റ് ട്രയൽ ചെയ്യും, എത്ര റിസ്ക് റിവാർഡിൽ നമ്മൾ ആവറേജ് ബുക്ക് ചെയ്താൽ ലോങ് റണ്ണിൽ ആൽഫ ജനറേറ്റ് ചെയ്യുന്നു, ഒരു മാത്തമാറ്റിക്കലി ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം, കുറച്ച് കണ്ടീഷൻസ് ലെയർ ചെയ്യണം. അങ്ങനെ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് വെച്ച് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ചുമ്മാ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എക്സിറ്റ് അടിച്ച് തോന്നുന്ന റിസ്ക് റിവാർഡൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ ആൽഫ ജനറേറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്.